ഹലോ! നിത്ര ടോക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. കാര്യത്തിൽ കിളിക്കൂടിൻ്റെ പുതിയ വിശേഷം കണ്ടാലോ? അങ്ങനെ സുധീഷ് ഏൽപ്പിച്ച കാറിലെ കോളേജിലേക്ക് തൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി പോകുന്ന നിധിക്ക് ഒരുപാട് ഭയമുണ്ട് കേട്ടോ. ഇത് വീട്ടിലാരെങ്കിലും അറിയുമോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ, വേറെ ആരെങ്കിലും അറിയുമോ എന്നൊക്കെ ഒരുപാട് ഭയമുണ്ട്. അതിൻ്റെ ഇടയിലാണ് അവളുടെ ഫ്രണ്ട് ശ്വേത വിളിക്കുന്നത്. അവൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. അവളെയാണ് നമ്മളെ നിധി അവിടെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അവൾ വരുമ്പോൾ അവളെ കൂടെ വരണമെന്ന്, കോളേജിലേക്ക് കൂടെ വരണം എന്നൊക്കെ പറഞ്ഞ് നിർത്തിയ ഫ്രണ്ടാണ് അവൾ. അപ്പോൾ അവളാണെങ്കിൽ അവിടെ കുറച്ച് കൂട്ടുകാരികളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നിധി വിളിച്ച കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ നമ്മൾ നിധിക്ക് പേടിയാവണ്, അതെങ്ങാനും പുറത്ത് ലീക്കാവുമോ എന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ് അവൾ പറയുന്നത്. എന്നിട്ട് ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, എന്നാലും നീ എങ്ങനെയായിട്ട് ഞങ്ങളറിയാതെ ഒരാളെ പ്രേമിച്ചതും ഇത്രയും പെട്ടെന്ന് കല്യാണമൊക്കെ കഴിച്ചത്, ആ സ്റ്റോറിയൊക്കെ ഒന്ന് പറയുമോ? നീ എന്തായാലും ഇപ്പോൾ യാത്രയിലല്ലേ, ബോറടി മാറ്റും എന്നൊക്കെ പറയാണ്ട്. പക്ഷെ നിധിക്കത് കേൾക്കുമ്പോൾ ഒരു അരോചകം തോന്നുകയാണ്. അവൾ നീ ഫോൺ വെച്ചോ എന്ന് പറയാണ്. പെട്ടെന്നായിരിക്കും അവരുടെ കാറിൻ്റെ മുന്നിൽ ഭാസ്കരൻ്റെ അച്ഛൻ ഇങ്ങനെ കൈ കാണിച്ച് വണ്ടി നിർത്തിപ്പിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് അദ്ദേഹം ഡോറ് തുറന്ന് വണ്ടിയിലേക്ക് പെട്ടെന്ന് കയറുകയാണ് ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ നമ്മളെ നിധിക്ക് നല്ല ടെൻഷൻ ആവുകയാട്ടോ ചെയ്യുന്നത്. പിന്നെ ഡ്രൈവറിനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവർ മുൻപരിചയം ഉള്ളതാണ് ഭാസ്കരൻ അച്ഛനുമായിട്ട്. പിന്നെ ആ ഡ്രൈവറിന് ഇങ്ങനെ കുറ്റമൊക്കെ പറയുന്നുണ്ട്. ഭാസ്കരൻ അച്ഛൻ വണ്ടി ഓടിക്കുന്നതിൻ്റെ പോരായ്മകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. എന്തായാലും നിധിക്ക് ഭാസ്കരൻ അച്ഛൻ കയറിയത് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അവൾക്ക് കൂടുതൽ ഭയം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പുറപ്പാടെന്നൊന്നും അറിയില്ലല്ലോ. അദ്ദേഹം ഇപ്പം എന്തിനാണ് ഈ കാറിൽ കയറേണ്ട ആവശ്യം എന്നൊക്കെയാണ് അവൾ വിചാരിക്കുന്നത്. നിധി കുറേ നേരമായി ഭാസ്കരൻ അച്ഛനോട് ചോദിക്കണം എന്ന് വിചാരിക്കുന്നു. അവസാനം നിധി അങ്ങോട്ട് ചോദിക്കുകയാണ്, എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടിയാണോ കാറ് കയറിയതെന്ന് ചോദിക്കണം. അപ്പം നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. നീ എങ്ങോട്ട് പോകാനാണ് കയറിയെന്ന് ചോദിക്കുമ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട്, കുട്ടിക്ക് തക്കലേക്ക് എടുത്തണം കോളേജ്, അവിടേക്ക് സർട്ടിഫിക്കറ്റ്സ് വാങ്ങാൻ വേണ്ടി പോകണം. എന്നാൽ ഞാനും തക്കലേക്ക് എടുത്തണമെന്ന് പറയാണ് ഭാസ്കരൻ അച്ഛൻ. ഇത് കേൾക്കുമ്പം നിധി ആകെ ഷോക്കാവാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ അയാൾ അങ്ങോട്ട് വരുന്നതെന്നൊക്കെയാണ് ഇപ്പം നിധി ആലോചിക്കുന്നത്. അയാളാണെങ്കിൽ ഡ്രൈവറെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പാട്ടിടാനും പാട്ട് മാറ്റാനും അതും ഇതും ഒക്കെ പറഞ്ഞ് ഡ്രൈവറെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ പാട്ടിടുന്നതനുസരിച്ച് ഡാൻസൊക്കെ വണ്ടിയിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ നിധിക്ക് ടെൻഷനായിട്ടാവുന്നത്. അവൾക്ക് കോളേജിലെ കാര്യം ആലോചിച്ചിട്ട് ഇതാരെങ്കിലും അറിയുമോ, ഇത് പ്രശ്നമാവുമോ, ആരെങ്കിലും താഴേക്കോ, ഇതൊക്കെ ആലോചിച്ചിട്ടാണ് നിധിക്ക് ടെൻഷൻ. അതിൻ്റെ ഇടയിലാണ് ഭാസ്കരൻ അച്ഛൻ ഈ കളിയൊക്കെ കളിക്കുന്നത്. നമ്മളെ സുധീഷും സുഭാഷ് ചേട്ടനാണെങ്കിൽ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. സുധീഷ് ഇന്ന് പണിക്കൊന്നും പോയിട്ടില്ല എന്ന് തോന്നുന്നു. എന്നിട്ട് സുധീഷ് ഇങ്ങനെ സുഭാഷ് ചേട്ടനോട് ഇങ്ങനെ പറയുന്നുണ്ട്, നിധി വരികയായിരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട്. കാരണം സുധീഷിനൊരു ഡൗട്ട്, നിധി ഇനി ആ വഴിക്ക് അങ്ങ് പോകുമെന്ന്. അപ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, ഇവിടുന്ന് അയച്ച കാറല്ലേ സുധീഷ്, നീ അയച്ച കാറല്ലേ, ആദ്യം തന്നെ തിരിച്ചു വരികയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, എനിക്കൊരു പേടി, അവളങ്ങ് പോയി അവിടെ തന്നെ കൂടുമെന്ന് എനിക്കൊരു പേടിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, അവിടെ എവിടെ പോയാലും അവൾ സന്തോഷത്തോടെ നിന്നാൽ പോരെന്ന് പറയുന്നുണ്ട്. അപ്പം സുധീഷാണെങ്കിൽ അവളോടുള്ള ഇഷ്ടം അങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിന്ന് ഒന്നിനൊരു മൂഡില്ല, ഞാൻ അതാണ് പണിക്ക് പോവാഞ്ഞത്, എനിക്ക് അവൾ രാവിലെ തൊട്ടേ പോയപ്പോൾ ഒരു വിഷമമുണ്ട് എന്നൊക്കെ പറയണേ. പിന്നെ സുഭാഷ് ചേട്ടനോട് ഒരു 3000 രൂപയ്ക്ക് ചോദിക്കുന്നുണ്ട്. വണ്ടി വാടകയ്ക്ക് എടുത്തിട്ടാണ് അയച്ചത്, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ ഓക്കെ സമ്മതിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ഓരോന്ന് സംസാരിച്ച് ഇങ്ങനെ ബൈക്കിലൂടെ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മളെ സുനന്ദയെയും ലളിതയെയും കാണുന്നത്. അങ്ങനെ അവർ തമ്മിൽ പരസ്പരം കാണുന്നു. സുനന്ദ നമ്മളെ സുഭാഷ് ചേട്ടനെ കാണുന്നതും നോക്കുന്നതൊക്കെ കണ്ടിട്ട് നമ്മളെ ലളിത അവളെ അങ്ങ് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. സുധീഷിനോടാണെങ്കിൽ ലളിത പറയുന്നുണ്ട്, നേരെ നോക്കി വണ്ടി ഓടിക്കണം എന്ന് പറയുമ്പോൾ, എന്നാൽ നിങ്ങൾ വന്നിട്ട് ഓടിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. സുനന്ദയാണെങ്കിൽ തിരിഞ്ഞു നോക്കി കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. സുഭാഷ് ചേട്ടനാണെങ്കിലും കരയുന്നുണ്ട്, കണ്ണ് തുടയ്ക്കുന്നുണ്ട്. എന്തായാലും സുഭാഷ് ചേട്ടൻ്റെ ഉള്ളിലും പ്രണയമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ സുഭാഷ് ചേട്ടന് കരയേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു ഇമോഷണൽ ഫേസ് ചിത്രീകരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ. എന്തായാലും സുനന്ദ സ്നേഹിക്കുന്നത് പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ സുഭാഷ് ചേട്ടനും സ്നേഹിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നിധിയുടെ യാത്രയാണ്. അവർ കോളേജിലേക്ക് പോകുന്ന ആ ഒരു സീൻ വീണ്ടും കാണിക്കുന്നുണ്ട്. നമ്മുടെ ഭാസ്കരനാച്ചനാണെങ്കിൽ പെട്രോൾ പമ്പിലേക്ക് കയറ്റാൻ പറയുന്നുണ്ട്. പെട്രോൾ എടുക്കുന്നില്ലെങ്കിൽ നേരെ വണ്ടി കയറ്റിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. നിധിയോട് അവിടുത്തെ ബാത്റൂമിൽ പോകാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. നല്ല ക്ലീനാണ്, നീ പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ നിധി ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. ആ സമയം ഡ്രൈവറോട് ബിരിയാണി മേടിച്ചുകൊണ്ടിരാൻ പറയുന്നുണ്ട്. ഡ്രൈവറാണെങ്കിൽ ബിരിയാണി വാങ്ങിക്കാൻ പോയ സമയത്ത് നമ്മളെ ഭാസ്കരനാച്ചന് വണ്ടി എടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മളെ ബാത്റൂമിൽ നിന്ന് തിരിച്ചു വന്ന നിധി ആകെ ഷോക്കാണ്. ഡ്രൈവർ സീറ്റിൽ നമ്മളെ ഭാസ്കരനച്ഛൻ ഇരിക്കുന്നത് കണ്ടിട്ട്. എന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് ഭാസ്കരനച്ഛൻ പോവുകയാണ്. പിന്നെ ആ ബിരിയാണി ഷോപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ അവിടെ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അയാളോട് കയറാൻ പറയാണ്, ഡ്രൈവറോട് ഞാൻ ഓടിച്ചോളാം, എനിക്കിത് വലിയ കാര്യമൊന്നുമില്ല എന്ന ലെവലിലൊക്കെ സംസാരിച്ചിട്ട് ഭാസ്കരനച്ഛനാണ് അതാണ്ട് ഓടിച്ചു പോകുന്നത്. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ നിധിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. നിധി പറയുന്നുണ്ട്, വണ്ടി ഡ്രൈവർ ഓടിച്ചോളുന്നു,
അപ്പോൾ ഭാസ്കരൻ അച്ഛൻ പറയാണ് വണ്ടി ആരാണോ ഓടിക്കുന്നത് അയാളാണ് ഡ്രൈവർ, മിണ്ടാതിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് സുധീഷ് പറഞ്ഞ വെച്ചാൽ ഡ്രൈവറിനോട് പറയുന്നുണ്ട്, ഇങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്, കണ്ടുപിടിക്ക്, അല്ലാതെ ഈ ബ്രേക്ക് ചവിട്ടുന്നതും ഗിയർ മാറ്റുന്നതൊന്നും വണ്ടിയിലുള്ളവർ അറിയാൻ പാടില്ല, നിനക്കൊക്കെ ആരാ ലൈസൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഒരുപാട് കളിയാക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും നമ്മളെ നിധിക്ക് എന്തായാലും നല്ല ടെൻഷനുണ്ട് ഭാസ്കരൻ അച്ഛൻ വണ്ടി ഓടിക്കുന്നതും പിന്നെ കോളേജിലെ കാര്യങ്ങളും എല്ലാം കൂടി ആലോചിച്ചിട്ട് നിധി എന്തായാലും നല്ല ടെൻഷനിലാണ് ഈ വണ്ടിയിലിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഭാസ്കരനച്ഛൻ നല്ല കെയറിങ്ങോട് കൂടി തന്നെയാണ് തോന്നുന്നു വണ്ടിയിലേക്ക് കയറിയത്. എന്തായാലും ബിരിയാണിയൊക്കെ വാങ്ങിയിട്ട് അവരോട് കഴിക്കാനൊക്കെ പറയുന്നുണ്ട്. ഒരു സൈഡിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങനെ നമ്മളെ നിധിയോട് ബിരിയാണി കഴിക്കാൻ പറയുമ്പോൾ അവൾ വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയും ഒരുപാട് ദൂരം പോകാനുള്ളതല്ലേ, നല്ല ഫുഡൊന്നും ഇനി അങ്ങോട്ട് കിട്ടില്ല, ഇപ്പോൾ ഇത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിധി കാറിൻ്റെ ഉള്ളിൽ നിന്ന് ബിരിയാണിയൊക്കെ കഴിക്കുന്നുണ്ട്. ഡ്രൈവറിനോട് പുറത്തിറങ്ങിയിട്ട് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി കാറിൻ്റെ ഡിക്കിയിൽ നിന്ന് കഴിക്കുന്നുണ്ട്. എന്തായാലും ഭാസ്കരനച്ഛന് നല്ല കെയറിങ് ഒക്കെ ഉണ്ട്. വരാൻ പോകുന്ന എന്തെങ്കിലും ആപത്ത് കണ്ടിട്ടാണോ മുൻകൂട്ടി ഭാസ്കരനച്ഛൻ വണ്ടിയിൽ കയറിയതൊന്നും നമുക്കറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. എന്തായാലും അവരിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കോളേജിലെത്തിയപ്പോൾ നമ്മളെ നിധിയോട് ഭാസ്കരനച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇതാണോ മോള് പഠിച്ച കോളേജ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മോൾ എന്താ പഠിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. BRക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഡ്രൈവർക്ക് ഇട്ട് കൊട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ ഭാസ്കരനച്ഛൻ. അങ്ങനെ അവൾ എത്തി, കാറിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ അവളുടെ ഫ്രണ്ട് ശ്വേത വന്നു. അങ്ങനെ ഭാസ്കരനച്ഛൻ ശ്വേതയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു, അവർ തമ്മിൽ സംസാരിച്ചു. ഭാസ്കരനച്ഛൻ നമ്മുടെ നിധിയോട് പോയിട്ട് വാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നിധിയും ശ്വേതയും കൂടി പോവുകയാണ്. അങ്ങനെ ശ്വേതയ്ക്ക് നമ്മളെ നിധിയുടെ കല്യാണം ഇങ്ങനെ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു, എന്താ സംഭവിച്ചത് ഒന്ന് പറ എന്നൊക്കെ പറഞ്ഞിട്ട് നിധിയോട് ആ സ്റ്റോറി ഒക്കെ പറയാൻ പറയുന്നുണ്ട്. നിധി അത് പിന്നീട് ആവാന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ സംഭവിച്ചു പോയതാ, പെട്ടെന്ന് സംഭവിച്ചതാ. അപ്പോൾ ശ്വേത ചോദിക്കുന്നുണ്ട്, ഓ കല്യാണമൊക്കെ കഴിഞ്ഞു, ശരി, നീ എന്താ എല്ലാവരുമായിട്ടുള്ള കോണ്ടാക്ട്സ് ഒക്കെ ഇല്ലാതാക്കിയത്? അതൊക്കെ ശ്വേത ഇങ്ങനെ തിരക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ നിധി പറയണം, അതൊക്കെ ഞാൻ പിന്നീട് പറയാം, ഒരു ദിവസം ഞാൻ പറയുന്നുണ്ടെന്നൊക്കെ പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി നമ്മളെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് അവരുടെ ഒരു സ്റ്റീഫൻ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനെ കാണുന്നുണ്ട്. അവിടുത്തെ പിയൂണാണെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം എന്തിനാണ് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ഇത് മിസ്സായതാണ്, എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മിസ്സായതാണ്, അത് റീഅപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ അയാൾ ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഓഫീസിലേക്ക് എത്തിയ ഉടനെ ഓഫീസിലെ മാഡത്തിനോട് ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറി ചെല്ലുന്നത്. എന്നിട്ട് വന്ന ഉടനെ നിധി കാര്യം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്ന പറയുമ്പോൾ അതൊരു പ്രാവശ്യം തന്നതാണല്ലോ എന്ന് പറയുന്നുണ്ട്. അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി എന്ന് പറയുമ്പോൾ കോൺവെക്കേഷൻ കഴിഞ്ഞിട്ട് മാസങ്ങളായിട്ടില്ല, അപ്പോഴേക്കും മിസ്സാവുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് പഠിച്ചിട്ട് ഗോൾഡ് മെഡൽ വാങ്ങിയ കുട്ടിയാണെന്നൊക്കെ ആ മാഡം പറയുന്നുണ്ട്. കോൺവെക്കേഷൻ ഡേയുടെ പ്രസംഗം കേട്ടപ്പോൾ ഞങ്ങളും അഭിമാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ രണ്ട് വേറെ സാറുമാരാണ് തോന്നിയിരിക്കുന്നുണ്ട്, അവരിങ്ങനെ തമ്മിൽ സംസാരിക്കുന്നുണ്ട് എന്താ കാര്യം എന്നൊക്കെ. അപ്പം പറയുന്നുണ്ട്, ഇത് നിശ്ചയത്തിൻ്റെ തലേന്ന് കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോയ ഒരു ന്യൂസ് കേട്ടില്ല, അതാണ് ഈ കുട്ടി എന്നൊക്കെ പറയുമ്പോൾ നിധിക്ക് എന്തോ പോലെ ആവുകയുണ്ടാവും. അവരിങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തായാലും സത്യാവസ്ഥ അവർക്ക് അറിയില്ലല്ലോ, ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്തായാലും അവൾക്കത് പറയാനും പറ്റില്ല. എന്നാലും നീ ഇത്ര പെട്ടെന്ന് ലൈഫ് സ്പോയിൽ ചെയ്തല്ലോ എന്നൊക്കെ നമ്മളെ നിധിയുടെ മൊത്തം നോക്കി ചോദിക്കുന്നുണ്ട്. നിധിക്കൊന്നും പറയാനാവാതെ അവളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവസാനം മാഡം പറയുന്നുണ്ട്, റീഅപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പളുടെ റൂമിൽ പോയിട്ട് അപേക്ഷിക്കണം, പ്രിൻസിപ്പളാണെങ്കിൽ എത്തിയിട്ടില്ല, അതുവരെ വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിധിയാണെങ്കിൽ ആ ശരി മാഡം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോവുകയാണ്. ആ സമയം അവിടെ ഇരിക്കുന്ന രണ്ട് സാർമാരോട് അവിടെ ഇരിക്കുന്ന ആ മാഡം പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ അവസ്ഥ, നന്നായിട്ട് പഠിക്കും, പക്ഷേ 20 വയസ്സ് കഴിയുമ്പോഴേക്കും പ്രേമം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. വിവാഹമല്ല പ്രൈമറി ആയിട്ടുള്ള കാര്യം, ഈ കുട്ടികളൊക്കെ ഇനി എന്ന് മനസ്സിലാക്കാനെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മളെ നിധി പേടിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ്. സ്റ്റീഫൻ എന്ന് പറഞ്ഞ ആളെ എന്തായാലും വിളിച്ചറിയിച്ചിട്ടുണ്ട് നിധി കോളേജിലെത്തിയ കാര്യം. എന്തായാലും ഇനി എന്തൊക്കെയാണ് അതിൻ്റെ പുറമെ നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല കേട്ടോ. എന്തായാലും ഒരു ആപത്തിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ നിധിയുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നഷ്ടപ്പെടുമോ, അതോ ഇതിൻ്റെ പിന്നാലെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും നിധി കോളേജിലെത്തിയ കാര്യം അവൾ ഒരിക്കലും അറിയരുതെന്ന് വിചാരിച്ച ആളെ അറിഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നാലെ നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ബൈ.